ദൈവത്തിന് സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനെ, സ്വർഗീയ രാജാവെ, വീണ്ടും ഞങ്ങൾക്ക് അപ്പച്ചന്റെ വചനമായ ഇരിപ്പാൻ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നപ്പ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന സകലർക്കും ഒരു വിടുതലായി, അനുഗ്രഹമായി, അത്ഭുതമായി മാറട്ടെ. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവചനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആഴമേറിയ തിരുവചനങ്ങൾ കർത്താവ് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഓരോ നാളുകളിലും ഉണ്ടായിരുന്ന ആദം മുതലുള്ള ഓരോരുത്തരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആദം മുതൽ ഇങ്ങോട്ട് നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ സ്തോത്രം, നോഹയുടെ കാലം എത്തുമ്പോൾ ആ തലമുറയിൽ മനുഷ്യന്റെ പാപം പെരുകി. 6-ാം അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് മനുഷ്യന്റെ പാപം പെരുകി. ദൈവം നോക്കിയപ്പോൾ പാപം പെരുകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വേല ഏൽപ്പിക്കാൻ, കർത്താവിനൊരു വേല ഏൽപ്പിക്കാനുണ്ട്. വേല ഏൽപ്പിക്കാൻ ആ തലമുറയിൽ നിഷ്കളങ്കതയുള്ളത് ആരുമുണ്ട് എന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ നോക്കുമ്പോൾ നിഷ്കളങ്കനായി കണ്ടത് നോഹയത്രേ. ഹല്ലേലൂയ. ആ തലമുറയിൽ ദൈവം നോഹയെ സ്തോത്രം നിഷ്കളങ്കനായി കണ്ടു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. 1, നോഹ നീതിമാനായിരുന്നു. 2, നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 3 കാര്യങ്ങൾ ദൈവം നോക്കി. 1, നോഹന്റെ നടപ്പ് ദൈവത്തോട് കൂടെയാണ്. 2, നോഹ നിഷ്കളങ്കനാണ്. 3, നോഹ നീതിമാനായിരുന്നു. ഹല്ലേലൂയ. നോഹ നീതിമാനാണ്, നോഹ നിഷ്കളങ്കനാണ്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം തിരഞ്ഞെടുക്കാൻ നോക്കിയപ്പോൾ ലക്ഷം ജനങ്ങൾ അവിടെ പാർക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരുത്തനെ കണ്ടു. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, എന്റെ അപ്പനൊരു വേല ഏൽപ്പിക്കാനുണ്ട്, എന്റെ അപ്പനൊരു ഡ്യൂട്ടി ഏൽപ്പിക്കാനുണ്ട്. കൊയ്ത്തിയേറെയുണ്ട്, വേലക്കാർ ചുരുക്കം. അതെ, കൊയ്ത്തിനയക്കാൻ, വേലക്കയക്കാൻ, കർത്താവ് ചെയ്ത് ഏൽപ്പിക്കാൻ. ദൈവത്തിനകത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ആവശ്യമാണ്. കർത്താവ് നോക്കുന്നുണ്ട്. കർത്താവിനോട് കൂടെ നടക്കുന്ന ചിലരെ, നിഷ്കളങ്കതയായിരിക്കുന്ന ചിലരെ, നീതിമാനായിരിക്കുന്ന ചിലരെ. ഇന്നിനകത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, കർത്താവ് തിരക്കുന്നത് ഇതാണ്. അന്ന് കർത്താവ് നോക്കുമ്പോൾ ഈ 3 ഗുണങ്ങളും നോഹയിൽ കണ്ടു. ദൈവം വേറെ ഒന്നും ചെയ്തില്ല. നോഹയിലെ 3 ഗുണങ്ങൾ കണ്ടപ്പോൾ നോഹയുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈതൽ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നാളുകൾ കൊണ്ട് നീ ഒരുപക്ഷെ ക്രിസ്തുവിനായിട്ട് ഇറങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പൈതലായിരിക്കാം, പ്രാർത്ഥിക്കുന്ന പൈതലായിരിക്കാം, ദൈവ ഭയത്തോടെ കർത്താവിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ഒരു പൈതലായിരിക്കാം. പക്ഷെ കർത്താവ് കാണുകയാണ്. നിന്റെ കളങ്കമില്ലാത്ത അനുഭവങ്ങൾ കാണുന്ന ദൈവം, നീതിയോടെ ജീവിക്കുന്ന പൈതലെ നിന്നെ കാണുന്ന ദൈവം. മനുഷ്യൻ നിന്നെ അപമാന പാത്രമായി എണ്ണിയാലും എൻ്റെ ദൈവം നിന്റെ അകവും പുറവും കണ്ട് സ്തോത്രം, നീ നീതിയോടെ ജീവിക്കുന്ന പൈതലെങ്കിൽ നീതിയോടെ കാണുന്ന ഒരു ദൈവമുണ്ട്. നോഹയെ ദൈവം നോക്കി, മനുഷ്യൻ നോക്കിയതല്ല, ദൈവം നോക്കി. നീതിമാനെന്ന് കണ്ടു. 2, നിഷ്കളങ്കത കണ്ടു. 3, ദൈവത്തോട് കൂടി നടക്കുന്നവരെ കണ്ടു. ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ട് ദൈവം പറഞ്ഞു, മോനെ, ഒരു ജലപ്രളയം വരാൻ പോകുന്നു, ഒരു ജലപ്രളയം വരാൻ പോകുന്നു. സ്വത്രം സകലതും തകരാൻ പോകുന്നു. ഈ ഭൂമിയിൽ പാപം പെരുകിയിരിക്കുന്നു. സ്വത്രം ഇവരെ ഞാൻ നശിപ്പിക്കും. ദൈവം പോലെ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നോഹയെ ദൈവം പെട്ടകം ഉണ്ടാക്കാൻ ഏൽപ്പിക്കുന്നു. പെട്ടകം നോഹയ്ക്ക് അറിയത്തില്ല. അന്ന് വരെ നോഹയ്ക്ക് എന്താണ് പെട്ടകം എന്നറിയത്തില്ല, എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം ഒരു പ്ലാൻ കൊടുത്തു. ഇന്ന് ശബ്ദം കേൾക്കുന്ന മൈതരെ, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം
ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ദൈവം താങ്കളെ കാണുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ നിന്നെ കണ്ടു, നിന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. സ്തോത്രം. ഇതിനു വേണ്ടി സ്തോത്രം. പെട്ടകം ഉണ്ടാക്കാൻ നോഹയുടെ അടുക്കൽ സംസാരിച്ച ദൈവം ഈ അന്ത്യനാഴികയിൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുവാൻ, ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമാകുവാൻ, ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ക്രിസ്തു ഏൽപ്പിക്കുന്നതിന് ചെയ്യുവാൻ. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ താങ്കളെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഉപയോഗിക്കാൻ കർത്താവ് ഒരുക്കമാണ്. കർത്താവിന്റെ കരത്തിലെടുത്ത് സ്തോത്രം, പക്കു ഉടഞ്ഞു പോയോ, സ്തോത്രം, സ്ക്രാച്ച് വീണുപോയോ, കുഴപ്പങ്ങൾ വന്നുപോയോ, സാരമില്ല. ഒന്നുകൂടെ പണിത് ഒന്ന് പണിത് പുതിയ ശക്തിയെ പകർന്ന് പുത്തൻ പാത്രമാക്കി പുറത്തെടുക്കുന്ന കർത്താവ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശു അടുക്കൽ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ പാടത്തോടെ കേൾക്കുന്നതായിരിക്കാം, പേടിക്കണ്ട. അടുത്ത് നിൽക്കുന്ന യേശു ഭാരം മാറ്റും, പ്രയാസത്തെ മാറ്റും, ദുഃഖത്തെ മാറ്റും. ഇവിടെ നോക്കിയേ, നോഹയെ ദൈവം കണ്ടു. നോഹയുടെ മോനെ, നീ പെട്ടകം പണിയണം. പെട്ടകത്തിന്റെ അളവും അതിന്റെ നീളം, അതിന്റെ അകം, അത് എന്തൊക്കെയാണ് അളവ് ദൈവം പറഞ്ഞു കൊടുത്തു. ഏത് മരം കൊണ്ട് തീർക്കണം, എത്ര വാതിൽ വേണം, എന്നിട്ട് സ്തോത്രം കീഴ് തേക്കേണ്ട വിധം എല്ലാ നോഹയോട് ദൈവം പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകം പൂർത്തീകരിച്ചു. എന്നെ കേൾക്കുന്ന പൈതലെ, ദൈവം പറഞ്ഞതിന്റെ ഒരല്പം പോലും മുൻപോട്ടോ പിൻപോട്ടോ പോകാതെ നോഹ പെട്ടകം ഉണ്ടാക്കി, പെട്ടകപ്പണി പൂർത്തിയാക്കി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ക്രിസ്തുവിന്റെ മകനായി, ക്രിസ്തുവിന്റെ മകളായി കർത്താവ് ഏൽപ്പിക്കുന്ന നിലവാരത്തിൽ ക്രിസ്തുവിനെ ഉയർത്തി ഒരു കൂട്ടം വരെ നിത്യതയ്ക്കകത്ത് കൊണ്ടെത്തിക്കുവാൻ താങ്കളെ ദൈവം കാണുന്നുണ്ട്. പെട്ടകത്തിനകത്ത് കയറുവാൻ നോഹ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ആരും അംഗീകരിച്ചില്ല. പക്ഷേ ദൈവം ഏൽപ്പിച്ചു, നോഹയെ ഏൽപ്പിച്ചു, പെട്ടകം ഉണ്ടാകാൻ ഏൽപ്പിച്ചു, അതിനകത്ത് കയറ്റേണ്ടവരെ കയറ്റാനും ഏൽപ്പിച്ചു. എന്നാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളെ അറിയുന്നുണ്ട്, കർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് തിരഞ്ഞെടുത്തത് ദൈവത്തോട് കൂടെ നടന്നവനെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, കർത്താവിനോട് കൂടെ നടക്കാമോ? കർത്താവിന്റെ കൂടെ ഇരിക്കാമോ? കർത്താവിന്റെ ശക്തിയാൽ നിറയാമോ? കർത്താവിന്റെ കൃപയാൽ നിറയാമോ? കർത്താവിന്റെ ആത്മാവിനെ നിറയാമോ? അഭിഷേകത്താൽ നിറയാമോ? അപ്പച്ചന്റെ കൂടെ നടക്കാമോ? കളങ്കമില്ലാത്തൊരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ യേശുവോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? സ്വന്തം നീതിയോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ എന്ന് യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, നിങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ കറ പുരണ്ട തുണി പോലെ അത്രേ. നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയെങ്കിൽ സ്വത്രം ആ കറ പുരണ്ട തുണി പോലത്തെ നീതി പ്രവർത്തികളെ മാറ്റി ഒരു വിശുദ്ധമായ പൈതലായി മാറണമെങ്കിൽ ആ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ട് നമ്മളെ കഴുകിയാലേ പറ്റത്തുള്ളൂ. ആ രക്തം കൊണ്ട് കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ ഫലം നമ്മളിലൂടെ പുറപ്പെടുവിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ആ കർത്താവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം സ്തോത്രം അതിന്റെ 6-ാം വാക്യം പറയുന്നു, സ്തോത്രം, എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ. നീതിയോടെ ജീവിക്കണമെങ്കിൽ യേശു പച്ച കൃപ തന്നാലേ പറ്റുള്ളൂ. യേശുവിന്റെ കൃപയിൽ ആശ്രയിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്, കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, കർത്താവിന്റെ കൂടെ നടന്ന്, കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച് നിഷ്കളങ്കതയോടെ ജീവിക്കാമോ? സ്തോത്രം. ആഗ്രഹിക്കുന്ന പൈതലെ, നിന്റെ മേൽ ശക്തിയെ പകർന്ന് ഒരു വേല ഏൽപ്പിക്കാൻ ദൈവത്തിനുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു ഹിതമുണ്ട്. ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ദൈവത്തിനൊരു ഹിതമുണ്ട്. ഒരു ശരീരത്തിലെ വെവ്വേറെ അവയവങ്ങളുള്ളതുപോലെ സ്തോത്രം വെവ്വേറെ കൃപകൾ നൽകി വെവ്വേറെ ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ ദൈവം ഇതിനകത്ത് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കാണുന്നുണ്ട്. വ്യത്യസ്തമായ നിലവാരത്തിൽ, ഒരേ നിലവാരത്തിലല്ല, വ്യത്യസ്തമായ നിലവാരത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇതിനകത്ത് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോ മക്കളെയും ഈ 2024 കാണുകയാണ്. ഈ 2024 അറിയുകയാണ്. നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. നോഹയെ ആ
തലമുറയിൽ നിഷ്കളങ്കത കണ്ടതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ നമ്മെ കാണുമ്പോൾ നിഷ്കളങ്കതയോടെ ദൈവം കാണുമോ? നീതിമാനായ ദൈവം കാണുമോ? ദൈവത്തോട് കൂടെ നടക്കുന്ന പൈതലായി കാണുമോ? നോഹയെ ദൈവം അങ്ങനെ കണ്ടു. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നിഷ്കളങ്കതയുള്ള സ്വഭാവമാണോ? നമ്മൾ നീതി ക്രിസ്തുവിനെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഒപ്പം നമ്മുടെ അടുക്കൽ യേശുണ്ട്. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കൃപയെ പകർന്ന് ഒരു പുത്തൻ അഭിഷേകം തന്ന് കർത്താവിന്റെ ഹിതപ്രകാരം സ്തോത്രം വ്യത്യസ്തമായ നിലവാരത്തിൽ അപ്പച്ചനെ ഉയർത്തുവാൻ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ മഹത്വമായി മാറുവാൻ സ്വർഗം ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരത്തോടിരിക്കുന്നു, പ്രയാസത്തോടിരിക്കുന്നു. പ്രയാസത്തെ മാറ്റുന്ന യേശു ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ താങ്കളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ണുനീരൊപ്പുന്ന യേശു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, നോഹയെ ആ തലമുറയിൽ എന്റെ ദൈവം കണ്ടു. ഹല്ലേലൂയ. ഈ തലമുറയിൽ നിന്റെ ദൈവം കാണുന്നു. ഈ ശബ്ദം കേൾക്കുന്ന മകനെ മകളെ നിന്റെ ദൈവം കാണുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ നിന്റെ ദൈവം കാണുന്നു. അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, ഒരു കൂട്ടവരെ നരകത്തീക്കകത്ത് പോകുന്നവരെ കൊള്ളയടിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ ദൈവം നിന്നെ കാണുന്നു. ആ അഭിഷേകത്തെ പകരുവാൻ ഈ രാത്രി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കൽ ഒരുവനുണ്ട്. അത് യേശു ക്രിസ്തു അത്രേ. ആ ക്രിസ്തുവിന്റെ ശക്തിയെ പകർന്ന് പുതുപുത്തൻ അഭിഷേകത്തോടെ പുറത്തെടുത്ത് ഇരട്ടി ബലത്തോടെ ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ തരുന്ന കർത്താവേ, നോഹയുടെ ആ തലമുറയിൽ നോഹയെ നിഷ്കളങ്കനായി നീതിമാനായി സ്തോത്രം ദൈവത്തോട് കൂടെ നടക്കുന്നവനായി ദൈവം കണ്ടവനെ തെരഞ്ഞെടുത്തു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ എന്റെ കർത്താവ് തൊടനപ്പ. അവരുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. ഞങ്ങൾ എല്ലാവരുടെ മേൽ ശക്തി ഇറങ്ങട്ടെ. കൃപാവരങ്ങൾ നിറയട്ടെ. കർത്താവ് നോക്കുമ്പോൾ നീതിയോടെ നിഷ്കളങ്കതയോടെ ക്രിസ്തുവിന്റെ കൂടെ നടക്കുക. ഞങ്ങളുടെ മേൽ ശക്തിയെ പകരുക, അഭിഷേകത്തെ പകരുക, കൃപയെ പകരുക. പാപത്തെ ജയിക്കാൻ, ദുഷ്ടനെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ, ദൈവം ഏൽപ്പിച്ച വേലകൾ ചെയ്യുവാൻ, നരകം കൊള്ളയടിച്ച് സ്വർഗത്തിൽ എത്തിക്കാൻ സ്വർഗത്തിലെ ശക്തിയെ സകല മക്കളുടെ മേലും പകരുക. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ മാറട്ടെ, വഴികൾ തുറക്കട്ടെ. ഏതെല്ലാം വിഷയത്തോടെ പ്രിയ മക്കൾ ഞരങ്ങിയിരിക്കുന്നു, ഒറ്റപ്പെട്ടവരെ വേദനിക്കുന്നവരെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കും. പ്രാർത്ഥനയ്ക്കായ സ്തോത്രം, അനുഗ്രഹിച്ച സ്തോത്രം, തൊട്ടുപിടിവിച്ച് അഭിഷേകം ചെയ്തിരിക്കായ സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.